The difference between compound interest compounded annually and simple interest of a sum at 12% per annum for 2 years is rupees 180. Find the sum. അതായത് ഒരു നിശ്ചിത തുക, ഒരു നിശ്ചിത സമ്മ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, 2 ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഒരു ബാങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണക്കാക്കുന്നത്, കൂട്ടുപലിശ. മറ്റൊരു ബാങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. രണ്ടോടത്തും ഒരേ തുകയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. രണ്ടോടത്തും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12% ആണ്. 2 years കഴിഞ്ഞപ്പോൾ എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടി, എത്ര സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി, ഇത് തമ്മിൽ ഡിഫറൻസ് ആണ് rupees 180. 2 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടി ഒരു ബാങ്കിൽ നിന്ന്, മറ്റേ ബാങ്കിൽ നിന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി. ഇത് തമ്മിൽ വ്യത്യാസം, അതൊന്ന് കൂടുതൽ ഒന്ന് കുറവാണല്ലോ, അത് തമ്മിൽ വ്യത്യാസമാണ് 150. അപ്പോൾ നമുക്ക് എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തത് കാണേണ്ടത്. ഇതിനുള്ള ഫോർമുലയാണ് ഡി, ദാറ്റ് ഈസ് ഡിഫറൻസ്. അതാണ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു PR² / 10,000. ഇത് 2 years ആകുമ്പോൾ മാത്രമേ ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 2 years ആകുമ്പോൾ മാത്രമേ ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഡി ഡിഫറൻസ് ആണ്. എത്രയാണ്? 180. ഈക്വൽ ടു പി, ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ് അതറിയില്ല, അതാണ് കാണുന്നത്. അപ്പോൾ പി അതുപോലെ ഇടുക, ഇൻറ്റു റേറ്റ് നമുക്കറിയാം 12. അപ്പോൾ R² പറയുമ്പോൾ 12², 144/1, 2, 3, 4, 10,000. ഇതെന്നെങ്ങനെ പി കാണുക? പി കാണുമ്പോൾ ഇവിടുത്തെ നമ്പർ എഴുതി 180. ഈ ബൈ എന്നൊക്കെ വരുമ്പോൾ ഇൻറ്റു ആവും, ഈ ഡിനോമിനേറ്റർ ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂമറേറ്റർ ആവും. അപ്പോൾ എന്ത് വരും? ഒരു 4 0 ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 4 0 കൂടി ചേർക്കുക. 1, 2, 3, 4 ബൈ ഈ ഇൻറ്റു ഉള്ളത് വരുമ്പോൾ ബൈ ആവും 144. നമുക്കിത് വേണമെങ്കിൽ 12 കൊണ്ട് പിടിച്ചെടുക്കാം. 180 15, 12, 180. 180 12, 15, 12, 180. 1, 2, 3, 4 0. 1, 2, 3, 4 0. അതായത് 1,50,000 ബൈ ഇവിടെ 12 കൊണ്ട് വെട്ടുമ്പോൾ 12, 12, 144. ഇനി 12 കൊണ്ട് നേരിട്ട് ഡിവൈഡ് ചെയ്യുക. 15, 12, 1 12, 12, ശിഷ്ടം 3 30, 22, 24, ശിഷ്ടം 6 60, 5, 12, 60. നമ്മൾ ഇതുവരെ ചെയ്തു, ബാക്കി 2 0 കൂടി ഉണ്ട്. ഉത്തരം 12,500 രൂപയാണ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത സമ്മ്.